തിരുവനന്തപുരം ഭീമാപ്പള്ളിയിൽ യുവാവിനെ വെട്ടിക്കൊന്നു. ക്രിമിനൽ കേസിലെ പ്രതിയായ ഷിബിലിയാണ് കൊല്ലപ്പെട്ടത്. വി അരുൺ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, എന്തായിരുന്നു ഈ കൊലയ്ക്ക് പിന്നിൽ? ഗുണ്ടാപ്പകയാണോ എന്നതിലൊക്കെ വ്യക്തത വരുന്നുണ്ടോ? പ്രത്യേകിച്ച് ഭീമാപ്പള്ളി പ്രദേശത്ത് ആണ് ഇങ്ങനെയൊരു കൊലപാതകം നടന്നിട്ടുള്ളത്. യുവാവിനെ വെട്ടിക്കൊന്നു എന്നുള്ളതാണ് വിവരം. അതോടൊപ്പം ഈ കൊല്ലപ്പെട്ട ഷിബിലി ക്രിമിനൽ കേസ് പ്രതിയാണ്. തിരുവനന്തപുരം നഗരത്തിൽ അതോടൊപ്പം തലസ്ഥാനത്ത് ഗുണ്ടകൾ വ്യാപകമായി ഉണ്ട്, ഗുണ്ടപ്പക അങ്ങനെയുണ്ട് എന്നതൊക്കെ നേരത്തെ വാർത്തകളിൽ നിറഞ്ഞതാണ്. ഒരു ഇടവേളയുണ്ടായിരുന്നു. ഇപ്പോഴെന്താണ് മനസ്സിലാക്കുന്നത് അരുൺ? ഇന്നലെ രാത്രി ഇവർ 3 പേരും സുഹൃത്തുക്കളായിരുന്നു എന്നാണ് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം. പക്ഷേ രാത്രി ഇന്നലെ ഇവർ തമ്മിൽ തർക്കമുണ്ടായി. അതിനെ തുടർന്നാണ് ഇങ്ങനൊരു കൊലപാതകത്തിലേക്ക് എത്തിയത്. ഷിബിലി നേരത്തെ ക്രിമിനൽ കേസ് പ്രതിയാണ്. അടുത്തിടെ അവരെ ജയിലിൽ കിടന്നയാളുമാണ്. ഇന്നലെ ഈ 3 പേരും ഇനാദ് ഈ 2 പേരെയാണ് തിരിച്ചറിഞ്ഞത്. ഇയാളെ കൊലപ്പെടുത്തിയെന്ന് പോലീസ് ഇപ്പോൾ കരുതുന്ന 2 പേർ ഇനാസും ഇനാദുമാണ്. ഇവരെ 3 പേരും ഒരുമിച്ച് ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു. അതിനുശേഷം തർക്കം നടന്നു. പിരിഞ്ഞുപോയ ശേഷം 12 മണിയോടെ ഇനാസും ഇനാദും തിരിച്ചെത്തി ഷിബിലിയെ ആക്രമിക്കുകയായിരുന്നു. ആദ്യം വെട്ടിക്കൊലപ്പെടുത്തിയ തരത്തിലായിരുന്നു പോലീസ് ലഭിച്ച വിവരം. പക്ഷേ അത്തരത്തിൽ വെട്ടുകൊണ്ട ആയുധം കൊണ്ടുള്ള മുറിവേറ്റ പാട് ശരീരത്തിലില്ല. ചവിട്ടിയോ അടിച്ചോ കൊന്നതാകാമെന്നാണ് നിഗമനം. പൂന്തുറ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. വിശദാംശങ്ങളാണ് വി അരുൺ നൽകിയത്.